പരിശുദ്ധ ത്രിത്വത്തിന്റെ ഡൊമിനിക്കൻ സന്യാസിനി സമൂഹം ഇന്ന് സുവർണ ജൂബിലിയുടെ നിറവിലാണ്. കത്തോലിക്ക സഭയിൽ ആദ്യമായി വചന പ്രഘോഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സഭയാണ് ഡൊമിനിക്കൻ സഭ അഥവാ ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ്. അതുകൊണ്ട് തന്നെ ഓരോ ഡൊമിനിക്കൻ സന്യാസിയും തൻ്റെ പേരിനോടുകൂടി OP എന്ന് ചേർത്തെഴുതുന്നു. ലോകത്തിലെ 100-ൽ പരം രാജ്യങ്ങളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഡൊമിനിക്കൻ സഭാ കുടുംബത്തിലെ ഒരു സഭാ സമൂഹമാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഡൊമിനിക്കൻ സന്യാസിനി സമൂഹം. ദൈവത്തോട് സംസാരിച്ചും ദൈവത്തെക്കുറിച്ച് സംസാരിച്ചും ഭൂമിയിൽ ദൈവരാജ പ്രഘോഷണത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ ഡൊമിനിക് ദെ ഗുസ്മാൻ 13-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ആൽബജൻസിയം പാഷണ്ഡതയ്ക്കെതിരെ ജപമാല എന്ന ആയുധമെടുത്ത് പോരാടി വചന പ്രഘോഷണത്തിലൂടെയും താപസിക ജീവിതശൈലിയിലൂടെയും വഴിതെറ്റിപ്പോയ ദൈവജനത്തെ സത്യവിശ്വാസത്തിലേക്ക് ആനയിച്ചു. വിശുദ്ധന്റെ ചൈതന്യവും ജീവിതശൈലിയും പാരമ്പര്യങ്ങളും സ്വന്തമാക്കി 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ലാൻസ്ബർഗിൽ ആരംഭിച്ച ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൽ നിന്നും രൂപീകൃതമായ ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ട്രിനിറ്റി സഭാ സമൂഹം ഇന്ന് ജൂബിലി നിറവിൽ ആയിരിക്കുന്നു. 1975 പാലക്കാട് എന്ന മിഷൻ രൂപതയിൽ മണ്ണാർക്കാടിന്റെ മണ്ണിൽ ജർമ്മനിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി നിത്യപദാർപ്പണം നടത്തിയ സിസ്റ്റർ ക്ലാര, സിസ്റ്റർ ഡാനിയേല, സിസ്റ്റർ മാർട്ടീന, സിസ്റ്റർ സെബസ്ത്യാന എന്നീ 4 പേർ ചേർന്ന് ആദ്യ ഭവനത്തിന് തുടക്കം കുറിച്ചു. ദൈവാനുഗ്രഹത്താലും ലാൻസ്ബർഗിലെ സമൂഹത്തിന്റെ സഹായത്താലും അംഗസംഖ്യയിലും പ്രവർത്തന മേഖലകളിലും സവിശേഷമായ പുരോഗതി പ്രാപിച്ച ഭാരതത്തിലെ സമൂഹം 1998 ജനുവരി 28-ന് സീറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലുള്ള സ്വതന്ത്ര സന്യാസിനി സമൂഹമായി ഉയർത്തപ്പെട്ടു. ഇന്ന് ഈ സഭാ സമൂഹം 18 സന്യാസ ഭവനങ്ങളിലായി ദേവജന ശുശ്രൂഷ ചെയ്യുന്നു. പാലക്കാട്, തൃശൂർ, ഇരിഞ്ഞാലക്കുട, തലശ്ശേരി രൂപതകളിലും കേരളത്തിന് പുറത്ത് മംഗലാപുരം, ആന്ധ്രാപ്രദേശ്, ആസാം, തെലങ്കാന, അരുണാചൽ പ്രദേശ്, ജർമ്മനി എന്നിവിടങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നു. നവീകരണത്തിന്റെ ദൈവകൃപയുടെ ശുശ്രൂഷയുടെ സാക്ഷ്യമാണ് ഈ ജീവിതം. നമ്മുടെ ഈ യാത്രയിൽ ശക്തിയും പ്രത്യാശയും നൽകിയ തിരുവചനം ഇതാണ്. യേശയ്യാ 40:31. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനം വലിയ പ്രചോദനമാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്കായുള്ള സുവിശേഷ പ്രഘോഷണമാണ് ഡൊമിനിക്കൻ കാരിസത്തിന്റെ അന്തസത്ത. ഇത് നേരിട്ടുള്ള സുവിശേഷ പ്രഘോഷണം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സിസ്റ്റേഴ്സ് പ്രാവർത്തികമാക്കുന്നു. വിദ്യാഭ്യാസം, ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്കായുള്ള പരിശീലനം, ആതുര സേവനം, ഇടവക പ്രേക്ഷിതത്വം, ധ്യാന കേന്ദ്രങ്ങളിലെ ശുശ്രൂഷകൾ, മിഷൻ പ്രവർത്തനങ്ങൾ, നിത്യ ആരാധന, കൗൺസിലിംഗ്, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സിസ്റ്റേഴ്സ് തങ്ങളുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. പ്രത്യാശയുടെ പ്രഘോഷകർ എന്നതാണ് ജൂബിലിയുടെ ആപ്തവാക്യം. ധ്യാനാത്മക ജീവിതത്തിൽ നിന്നും ഉരുത്തിരിയുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെ ഡൊമിനിക്കൻ സന്യാസിനികൾ ഈ ആധുനിക ലോകത്ത് പ്രത്യാശയുടെ പ്രഘോഷകരാകുന്നു. കഴിഞ്ഞ 50 വർഷങ്ങൾ ചുറ്റുമുള്ളവർക്ക് അറിവിന്റെ വെളിച്ചം പകർന്ന് വിശക്കുന്നവർക്ക് അന്നമേകി, മിഷൻ പ്രവർത്തനങ്ങളെ ദൈവവചനത്തിന്റെ തിരിതെളിച്ച് രോഗികൾക്ക് സ്വാന്തനമായി, എല്ലാറ്റിനുപരി ദൈവജനത്തെ ഈശോയിലേക്ക് നയിക്കുവാൻ പ്രചോദനമേകുന്ന തിരുവചന സാക്ഷികളായി ജീവിക്കുമ്പോൾ എന്റെ രക്ഷ ലോകാതിർത്തികൾ വരെ എന്ന യേശയ്യാ പ്രവാചകന്റെ വചനം ഇവിടെ അന്വർത്ഥമാകുന്നു. കഴിഞ്ഞ കാലത്തിന് നന്ദി പറയുവാനും ഇനിയും തീക്ഷ്ണതയോടെ ശുശ്രൂഷയിൽ വ്യാപരിക്കാനും ഈശോയ്ക്ക് സാക്ഷ്യമായി തീരാനും ഈ സുവർണ ജൂബിലി നമുക്ക് ഊർജം പകരട്ടെ.